ആ, വീടൊക്കെ ശരിക്ക് കണ്ടോ കുട്ടി? പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് താനാണെന്ന് അറിഞ്ഞു. എന്നാ പിന്നൊന്ന് അഭിനന്ദിക്കാന്ന് കരുതി വിളിക്കുകയായിരുന്നു. അസലായിട്ടുണ്ട്. മോളെ കാണുമ്പോ മുത്തശ്ശി എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം തികഞ്ഞ ഒരാളായിരിക്കും മോളെ താലി കെട്ടുന്നത്. എന്താ സുകുമാരിയമ്മേ? അതെ അതെ, ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞ് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? എന്റെ വീട്ടുകാരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാ മാറി നിന്നതല്ലേ? ഫോൺ വന്നത് താനും കണ്ടതല്ലേ? കള്ളം പറയണ്ട. വേണമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൃത്യസമയത്ത് പറഞ്ഞു വിളിപ്പിച്ചതായിരിക്കും. അതെ, എന്നാ കേട്ടോ, തന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ദേ, അവരിറങ്ങാതെ ഞാൻ അകത്തോട്ട് കയറുന്ന പ്രശ്നമില്ല. എന്താ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയുന്നേ? ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? അത് ഇനി ഒരിക്കലാവാം. കുട്ടികളെ ഒന്നിച്ച് അങ്ങോട്ട് അയക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ, ഒന്ന് അയച്ചേക്കണം അവരെ. ഓ, മോനും ഭാര്യയും കൂടി അവരുടെ കൂടെ അങ്ങ് പോരൂ. നോക്കാം. മോളെ, അവനവിടെ ദാ ഇപ്പൊ വരുന്നു പറഞ്ഞു. വാ. അതെ, പിന്നാമ്പുറത്തോട് ഇറങ്ങി റോഡ് സൈഡിൽ പോയി നിന്നോ. പോയി പോ പോ. എടാ, വന്നിട്ടോ നീ കൂടെ നിന്നില്ല. യാത്ര പറയാനെങ്കിലും ഇവരൊന്ന് കൃത്യമായിട്ട് കണ്ടോട്ടെ നിന്നെ. വരട്ടെ മോനെ, നിങ്ങൾ രണ്ടാളെ അങ്ങോട്ട് വിടേണ്ട കാര്യം അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ചിട്ട് നിങ്ങൾ വരൂ. ശരി അച്ഛാ. ഓ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി ശരി. ഓ, ഇറങ്ങി കിട്ടി നാശങ്ങൾ. ഈ സ്നേഹം കാണിക്കലൊക്കെ വെറും അഭിനയമാണെന്നേ. എന്തിനാ ചെറിയമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് പാവങ്ങളല്ലേ. അയ്യോ ചെറിയമ്മേ, കഴിവില്ലാത്തവരൊക്കെ ഒന്നും പറയുന്നതേ സൂര്യക്ക് ഇഷ്ടല്ല. ഒന്നിനും കഴിവില്ലാത്തവർക്കല്ലേ കഴിവില്ലാത്തവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ശരി. അല്ല, മോളെവിടെ? എന്താ അച്ഛാ? ഞാൻ രാധിക മോളുടെ കാര്യമാണ് ചോദിച്ചത്. ചേച്ചി വഴിയിൽ നിൽപ്പുണ്ട്. അതെന്താ? എനിക്ക് കിട്ടിയ ഭാഗ്യം കൊണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയായി പറയുന്നത്? അച്ഛാ, എന്നാ ശരി. ശരി. ആ ശരി ശരി മോളെ.
അല്ല മോളെ, ആ കുട്ടി ഓ, രാധേച്ചിയുടെ കാര്യാണോ? ആ, ചേച്ചി വണ്ടിയിലുണ്ട്. വണ്ടിയിലോ? ചേച്ചിയുടെ കാര്യം പറഞ്ഞ രസമാ. ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും അച്ഛനും അമ്മയും കയറുന്നതിന് മുൻപ് ചേച്ചി തന്നിരുന്ന് സീറ്റ് തുടച്ചിടും. ആ, എന്തൊരു സ്നേഹമുള്ള കുട്ടിയാ. ആ പത്മിനി, പരമേശ്വരനോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് വിടാനുള്ള ദിവസം ഇപ്പൊ തന്നെ എടുത്തേക്കാം. ആ, വാ. ആരപ്പ കാറിലും? മാഡം എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരം ആയി രാധികെ. നിങ്ങളെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോവാൻ തുടങ്ങുകയായിരുന്നു. അയ്യോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങള് മോളെ വിവാഹം കഴിച്ച ആഴ്ച വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആ, അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നേ. കുറെ നേരം കാത്തു നിന്നു അല്ലേ? അത് സാരമില്ല. എന്തായാലും വൈകുന്നേരം തിരിച്ചു വരണമെന്ന് കരുതിയാ ഞാൻ പോകാൻ തുടങ്ങിയത്. അല്ല, അകത്തേക്ക് വരിക. വരൂ. പ്രിയ. ശരി മാഡം. ഇരിക്കും മാഡം. അങ്ങോട്ടിരിക്കുക. നമ്മുടെ നാട്ടില് വിവാഹത്തിന് ശേഷം വേണ്ടതും വേണ്ടാത്തതൊക്കെ കുറെ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നാട്ടുനടപ്പായതുകൊണ്ട് അതിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. എനിക്കറിയാം. പിന്നെ ഇത്തരം സന്തോഷമുള്ള ചടങ്ങുകളല്ലേ നമ്മുടെ ജീവിതത്തിന് കുറച്ചെങ്കിലും പൂർണ്ണത തരുന്നത്, അല്ലേ തിരുമേനി? ആ, അതും സത്യ. ആ, രാധിക ഇങ്ങ് വാ. ഞാനിതെല്ലാം രാധികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. അയ്യോ, എന്തിനാ മാഡം ഇതൊക്കെ? ആദ്യം ഇത് വാങ്ങിക്ക്. താങ്ക് യു. വല്ലാത്തൊരടുപ്പം നിങ്ങളുടെ മോളോട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്തോ, ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും. രാധികയും നിങ്ങളെയൊക്കെ കാണാൻ. അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യല്ലേ. ഇവള് മുഴുവൻ നേരവും ഇപ്പോ മാഡത്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തിരുമേനി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് അങ്ങ് സമ്മതിച്ചു തരണം. എന്താണാവോ? നാളെ എനിക്കിവിടെ സ്റ്റുഡിയോയില് ഒരു ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ കുറെ നേരം അവിടെ ഉണ്ടാവും. ഒരു കൂട്ടിനായിട്ട് രാധികയെ എന്നോടൊപ്പം ഒന്ന് അയക്കാമോ? പിന്നെന്താ? എന്താ മോളെ, പോവാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലച്ചാ, എനിക്കിഷ്ടാ. എങ്കിൽ നാളെ രാവിലെ 8 മണിയാവുമ്പോ ഞാൻ ഇങ്ങോട്ട് വണ്ടി അയക്കാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ഈ പറഞ്ഞ സ്റ്റുഡിയോ ഇവിടെ അടുത്തല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നാളെ അവിടെ വരുമ്പോ രാധികയ്ക്ക് ഞാനൊരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? തിരിച്ചു വന്നിട്ട് അതെന്താണെന്ന് രാധിക പറയും.
അതുവരെ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ചായ എടുക്കാം, കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഈ നേരത്ത് ചായ പതിവില്ല. ആ. എന്നാ നമുക്ക് നാളെ കാണാം. ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് നാളെ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ്. ആ. ശരി എന്നാ, ബൈ. ശരി. എന്ത് സ്നേഹമുള്ള സ്ത്രീയാ. ഏറ്റവും വലിയ ശത്രുക്കളാ ഏറ്റവും വലിയ സ്നേഹം കാണിച്ച് നമ്മുടെ മുന്നിലേക്ക് വരിക. വലിയ വലിയ നടികൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, കൂട്ടിരിക്കാൻ വിളിക്കുന്നു. ഇനിയിപ്പൊ ഇവളുടെ അഹങ്കാരം കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവര് പോയാലേ ഈ നാട്ടില് വേറെ സിനിമക്കാര് വരും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പുറകെ പോയാലേ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ? മോളതൊന്നും കാര്യാക്കണ്ട. അവര് നല്ല മനസ്സോടെ വിളിച്ചത്, അതുകൊണ്ട് പോകണം. സത്യസന്ധമായി നമ്മളെ തിരിച്ചറിയുന്നവരുടെ സ്നേഹമാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. എന്റെ വീട്ടുകാർ വന്നത് വരുണിന് തീരെ ഇഷ്ടമായില്ലല്ലേ? ഇല്ല. എന്നോടുള്ള ദേഷ്യം എന്റെ വീട്ടുകാരോടും ഉണ്ടോ? അവര് തന്നെ പോലെ കുഴപ്പക്കാരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പാവങ്ങളാ. ചില വേഷം കെട്ടലുകളൊക്കെ അവർക്ക് നടത്തിയാലേ പറ്റൂ. വരുൺ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാവരും നിൽക്കുമ്പോൾ പോലും തൻ്റെ ശബ്ദം കേൾക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പം പിന്നെ തനിച്ചത് കേൾക്കാന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ബോറാ അത്. ശരി, വരുൺ പറയുന്നത് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ലെന്നാ. അതെ, അത് തന്നെയാ. ശരി, ഞാനതിന് കാരണം ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. അത് ഞാൻ വാക്ക് തരുന്നു. താങ്ക്സ്. പക്ഷേ ഞാൻ ഈ ത്യാഗം സഹിക്കുന്നതിന് എന്താ കൂലി? എന്ത് ത്യാഗം? ഈ ഭാര്യയെ വേഷം കെട്ടല ത്യാഗമല്ലേ? അച്ഛനമ്മമാരടുത്ത് വേഷം കെട്ടുന്നതും ത്യാഗമാണ്. കൽപ്പന ചേച്ചി ഏട്ടന്റെ കാര്യത്തിൽ ത്യാഗം ചെയ്യുന്നത് പോലെ വരുണിന്റെ ജീവിതത്തില് ഞാനും ത്യാഗം ചെയ്യുന്നു. ഏട്ടന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, വരുൺ എഴുന്നേക്കാൻ പറ്റും. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഓഹോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അത് കണക്ട് ചെയ്ത് സംസാരിക്കാനും അറിയാം. നല്ല കാര്യം. എനിക്ക് വേണ്ടി ഇയാൾ ഒരു ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഈ നിമിഷം തനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിത്തരാം. വെറുതെ ജീവിതം ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. വരുണിന്റെ സ്വകാര്യതയെ ഞാൻ ലംഘിക്കുന്നില്ല. വരുണിന്റെ ആഗ്രഹങ്ങള് എല്ലാം അതേപോലെ തന്നെ നടക്കട്ടെ. പക്ഷെ എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അത് വരുൺ നടത്തി തന്നാ എനിക്ക് പ്രശ്നമില്ല. എന്താ തന്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആഗ്രഹം സിനിമയാണ്. എനിക്ക് അറിയപ്പെടുന്ന ഒരു നടിയാവണം. വരുൺ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞാൻ ആ വഴിക്കങ്ങ് കയറിപ്പൊക്കോളാം. ഞാൻ പിന്നെ ഒരു ശല്യത്തിനും വരില്ല. വരുണിന്റെ സ്വപ്നങ്ങൾ എന്താണോ അതുമായിട്ട് വരുൺ അങ്ങനെ ജീവിക്കാം.
എന്താ ഒന്നും പറയാത്തെ? അതിന് ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആലോചിച്ചിട്ട് വേണ്ടേ മറുപടി പറയാം. ചെറുതല്ല, വലിയ കാര്യം. എന്റെ ജീവിതം കളഞ്ഞ ഞാൻ വരുണിന് ഒരു ജീവിതം തരുന്നത്. വരുണിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ തുക വരുൺ എനിക്ക് വേണ്ടി മുടക്കുന്നു. സിമ്പിൾ. നിങ്ങള് കുടുംബപരമായിട്ട് ബിസിനസ്സുകാരല്ലേ? ഈ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒന്ന് കണക്കൂട്ടി നോക്ക്, എന്നിട്ട് പറഞ്ഞാ മതി. ഒരു മിനിറ്റ്, ഈ കുട്ടി അറിയോ? ഇല്ല, അറിയില്ല. ഹലോ മാഡം, ഞാൻ സോണിയ. ഞാൻ ശ്രീകൃഷ്ണപുരത്തുണ്ട്. ഞാനിവിടെ കുറേ പേരെ ശ്യാമ മേഡത്തിന്റെ ഫോട്ടോ കാണിച്ചു. പക്ഷെ അവരാരും തന്നെ അതേ ചായയുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. കൂടുതൽ ശ്രമിച്ചു നോക്കൂ, എനിക്ക് സംശയമൊന്നുമില്ല. മാഡം, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ചിലപ്പോൾ സ്ഥലം മാറിപ്പോയതോ മറ്റോ. ലുക്ക്, എന്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് സത്യം ചികഞ്ഞ് കണ്ടുപിടിക്കാൻ സോണിയേക്കാൾ ശേഷി മറ്റാർക്കും ഇല്ലെന്ന്. അത് വിശ്വസിച്ചാ ഞാൻ ഈ ജോലി നിങ്ങളെ ഏൽപ്പിച്ചത്. കണ്ടെത്തിയെന്ന മറുപടി അല്ലാതെ മറ്റൊന്നും ഞാൻ സോണിയയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. സോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കണമെന്നുമില്ല. ഓക്കെ മാഡം, ഞാൻ ട്രൈ ചെയ്യാം. പോരാ, ഇന്ന് ഈവനിങ്ങിനുള്ളിൽ എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കണം. ഓക്കെ മാഡം? ചേച്ചി ഒന്ന് നിന്നേ. ചേച്ചി ഈ നാട്ടിലുള്ള ആളല്ലേ? ആ അതെ. ഈ മുഖഛായുള്ള ഒരു കുട്ടി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഏകദേശം മുഖഛായുള്ള കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. ഏതാ കുട്ടി? ദേവനാരായണൻ നമ്പൂതിരിയുടെ മോളാ. ഈ ക്ഷേത്രത്തിലെ പൂജാരിയുടെ. ഉറപ്പാണല്ലോ അല്ലേ? അതെ, എനിക്കുറപ്പാ. ആട്ടെ, എന്തിനാ ഇത് അന്വേഷിക്കുന്നേ? ചേച്ചി നടന്നോ, എനിക്കൊരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട്. എങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി പോവാടി രാവിലെ തന്നെ? വിനയ മാഡം പറഞ്ഞിരുന്നില്ലേ സ്റ്റുഡിയോയിലോട്ട് എന്നോടൊന്ന് ചെല്ലാൻ വേണ്ടിട്ട്? വരുന്നവരും പോകുന്നവരും അങ്ങനെ പലതും പറയും. എന്തായാലും ഇത്രയും കാലം നീ ഉണ്ടായിട്ടല്ലല്ലോ അവരുടെ കാര്യങ്ങൾ നടന്നിരുന്നത്. സിനിമാക്കാരി കൊണ്ടുവന്നതായിരിക്കും അല്ലേ?
അതെ മുത്തശ്ശി. ഒരു കാര്യം ചെയ്യും, അവര് തിരിച്ചു പോകുമ്പോ അവരുടെ വണ്ടിയിൽ കയറി നീയും അങ്ങ് പൊയ്ക്കോ. നിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. അത് മുത്തശ്ശി, എന്നോട് അച്ഛൻ പറഞ്ഞു പൊയ്ക്കോളാൻ. ആഹാ, എന്നാ ഞാൻ പറയുന്നു പോവണ്ട.